ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിൻ്റെ നാളെ നടക്കാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മുടെ ഇഷിതയും അതുപോലെ തന്നെ മഹേഷും കൂടി രാത്രി കിടന്നുറങ്ങായിരിക്കും കേട്ടോ. ആ സമയത്താണ് ഇഷിത പെട്ടെന്ന് എഴുന്നേക്കുന്നത്. വല്ലാത്ത വിശപ്പ് പോലെ ഇഷിതക്ക് തോന്നാണ്. ഇഷിത പറയുന്നുണ്ട്, മഹേഷ് മഹേഷ് എന്ന് പറഞ്ഞ് മഹേഷ് എഴുന്നേൽപ്പിക്കുകയാണ്. എന്താടോ? അത് മഹേഷ്, എനിക്ക് വിശക്കുന്നു മഹേഷ്. വിശക്കുന്നുവെന്നോ? അതെ. കിച്ചണിൽ ചിലപ്പോൾ അമ്മ എന്തെങ്കിലും എടുത്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ തനിക്ക് തരാം, കട്ട് ചെയ്ത് തരാം. അതല്ല മഹേഷ്, എനിക്ക് അപ്പവും മുട്ടക്കറിയും കഴിക്കണം. എന്ത്? അപ്പവും മുട്ടക്കറിയും കഴിക്കണോന്ന്? ഈ സമയത്തോ? എടോ, ഈ സമയത്ത് എങ്ങനെയാടോ അപ്പവും മുട്ടക്കറിയും? അത് നമ്മൾ ആ കഴിഞ്ഞ ദിവസം പോയില്ലേ, ആ തട്ടുകട, നൈറ്റ് തട്ടുകട, അവിടെ അപ്പവും മുട്ടക്കറിയും കിട്ടും. അവിടുത്തെ മുട്ടക്കറിയെ നല്ല ടേസ്റ്റാ. മഹേഷ് വാ മഹേഷ്, പ്ലീസ് മഹേഷ്, ഭയങ്കര കേട്ടോ വിശക്കുന്നു മഹേഷ്, വാ മഹേഷ് എന്ന് വിളിക്കണോ. തൻ്റെ ഒരു കാര്യം എടോ, ഇപ്പൊ തന്നെ വേണോ, നാളെ രാവിലെ പോരാ, ഇവിടെ തൊട്ടടുത്തല്ലേ, മഹേഷ് വാ എന്ന് പറയണം. അങ്ങനെ മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അങ്ങനെ ഒരു ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇഷിത ചോദിക്കേണ്ട, അതെ മഹേഷ്, ഞാൻ പെട്ടെന്ന് ഇത് വേണോന്ന് പറഞ്ഞപ്പോൾ മഹേഷിന് ബുദ്ധിമുട്ടായോ ഉറക്കം പോയപ്പോ? ഇല്ലടോ, ഇതൊരു സുഖമുള്ള പരിപാടിയല്ലേ. ശരിക്കും പറഞ്ഞാൽ ഗർഭിണി ആവുക, അതിൻ്റെ ഒരു സംഭവം, അതിൻ്റെ ഒരു രസവും അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ആസ്വദിക്കണത് എന്നൊക്കെ പറയാണ്. ആ സമയത്ത് അവർ ആ തട്ടുകടയിലേക്ക് എത്താട്ടോ. അപ്പൊ ഇഷിതനെ അവിടെ ഇരുത്തുന്നുണ്ട് മഹേഷും. ഞാനേ നല്ല അപ്പം പറയാം, തനിക്ക് എത്ര അപ്പം വേണം? എനിക്കൊരു 4 എണ്ണം വേണം. 4 എണ്ണോ? അതെ. മഹേഷോ? ഞാൻ 2 എണ്ണം കഴിക്കാം എന്ന് പറയാണ്. ചേട്ടാ, ഒരു 4 അപ്പവും മുട്ടക്കറിയും പിന്നെ 2 അപ്പവും എന്തെങ്കിലും ഒരു വെജിറ്റബിൾ കറിയും മതി എന്ന് മഹേഷ് പറയണം. അങ്ങനെ അപ്പവും മുട്ടക്കറിയൊക്കെ കഴിക്കാട്ടോ. ഇഷ്ടപ്പെട്ട സൂപ്പർ ടേസ്റ്റ് മഹേഷ്, ഒരു രക്ഷയില്ല, അടിപൊളി ടേസ്റ്റ്. എന്തായാലും കൊള്ളാം എന്നിങ്ങനെ പറയാണ്. തനിക്ക് ചില സമയത്ത് രാത്രി മാത്രമാണല്ലോ ഇതുപോലത്തെ ഇഷ്ടവും അതുപോലെ തന്നെ ഇതുപോലത്തെ കഴിക്കണമെന്നുള്ള ത്രില്ലും കാര്യങ്ങളൊക്കെ വരുന്നത് രാത്രിയാണല്ലോ. എന്താണ്, മനഃപൂർവ്വം എന്നെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ? ഇല്ല മഹേഷ്, സത്യമായിട്ടും അതൊന്നുമല്ല, എനിക്ക് സത്യമായിട്ടും കഴിക്കാൻ തോന്നിയിട്ടാണ് മഹേഷ്, ഞാൻ ചുമ്മാ പറഞ്ഞതാടോ എന്നൊക്കെ പറയണം. അങ്ങനെ അർദ്ധരാത്രി ഒരു ഭക്ഷണമൊക്കെ കഴിക്കുന്ന സമയത്ത് 2-2:30 ആയിട്ടുണ്ടാവും കേട്ടോ സമയം. ആ സമയത്ത് പെട്ടെന്ന് അവിടേക്ക് കുടിച്ചു ഒരാൾ നടന്നു വരും കേട്ടോ. അത് വേറെ ആരുമല്ല, മാധവാണ്. മാധവ് ആ തട്ടുകടയിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാൻ പോയപ്പോഴൊക്കെ തട്ടുകടക്കാരൻ ഇങ്ങനെ പറയണ്ടോ, വന്നോ ഇവന് ഇന്നും, ഭയങ്കര കുടിയനാ എന്നൊക്കെ പറയാണ്. അത് കേട്ട് ഇഷിതയും മഹേഷും കൂടി പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് നമ്മുടെ മാധവാണ് കേട്ടോ. മാധവ് പെട്ടെന്ന് ഇഷിതേനെ മഹേഷിനെ കാണുന്നുണ്ട്. ഇതാര്? ഇഷിതയും മഹേഷോ? നിങ്ങളെന്താ ഈ സമയത്ത് ഇവിടെ? ഇഷിത ഗർഭിണിയാണല്ലോ, കഴിക്കാൻ ആഗ്രഹമുള്ള സാധനങ്ങളൊക്കെ മഹേഷ് വാങ്ങിച്ചു കൊടുക്കായിരിക്കും അല്ലേ? ഇഷിത, ഞാൻ നിന്നെ കുറിച്ച് ആലോചിക്കാത്ത ദിവസം ഒന്നും പോയില്ല ഇഷിത, ഞാനിപ്പോ നിന്നെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് ഇഷിത എന്നൊക്കെ മാധവ് പറയാണ്. അത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മഹേഷിന് ദേഷ്യം വരാം കേട്ടോ. മഹേഷ് പറയണ്ട, മാധവ് നീ മര്യാദയ്ക്ക് വീട്ടിൽ പോകാൻ നോക്ക്. മഹേഷ് ഇതിൽ ഇടപെടരുത്, ഇത് ഞാനും ഇഷിതയും തമ്മിലുള്ള സംസാരമാണ്. മഹേഷിന് അറിയാവോ ഞങ്ങൾ എത്ര നാൾ പ്രണയിച്ചതാണെന്ന്? ഇഷിത എന്റെയും ഞാൻ ഇഷിതയുടെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നാൾ ഞങ്ങൾ കാത്തിരുന്ന് സ്വപ്നം കണ്ട് പ്രണയിച്ചതാണ്. അപ്പോ മഹേഷ് വേണ്ട, എന്നിട്ട് എന്തായി? അവസാനം നീ അമ്മയുടെ വാക്ക് കേട്ട് ഇഷിതേനെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അതെ, അത് ഞാൻ ചെയ്ത് തെറ്റ്. പക്ഷെ ഇഷിത ഇപ്പോഴും എൻ്റെ അടുത്ത് വരുവാണെങ്കിൽ ഞാൻ ഇഷിതനെ 2 കൈ നീട്ടി സ്വീകരിക്കും എന്നൊക്കെ മാധവ് പറയാണ്. അത് കേട്ട് മഹേഷിന് ദേഷ്യം വരും കേട്ടോ. മാധവ്, അനാവശ്യം പറയരുത്, തോന്നിവാസം പറയരുത്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഇതൊരു പൊതുസ്ഥലമാണ്, വെറുതെ പ്രശ്നം ഉണ്ടാക്കാണ്ട് പോ. മഹേഷ്, ഞാൻ പറഞ്ഞോട്ടെ ഇഷിത, എനിക്ക് നിന്നോട് സംസാരിക്കണം ഇഷിത, പഴയ പോലെ നമുക്ക് ഒരുപാട് നേരം സംസാരിക്കണം, നമുക്ക് ബീച്ചിൽ പോകാം സംസാരിക്കാൻ. മഹേഷ് ദേഷ്യം വന്ന് മാധവന് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കുക കേട്ടോ. മാധവ് അപ്പൊ തന്നെ നിലത്തേക്ക് വീഴുന്നുണ്ട്. ഇഷിത പറയുന്നുണ്ട്, വേണ്ട മഹേഷ്, അടിക്കണ്ട, ബോധമില്ലാതെ പറയണല്ലേ, വേണ്ട, ഒന്നും പറയണ്ട. എടോ, പറയണ്ട വെച്ചിട്ട് ഞാൻ ഇത്രയും നേരം മിണ്ടാതിരുന്നു, പക്ഷെ മിണ്ടാതിരിക്കും തോറും കൂടി വരുവാണ്. കണ്ടില്ലേ അയാൾ എന്തൊക്കെയാ പറയണെന്ന്? ഇയാളുടെ മനസ്സിലുള്ള കാര്യങ്ങളാ ഇയാൾ പുറത്ത് പറയണത്. ഇഷിത ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇവൻ വിവാഹം കഴിച്ചൊരു പെണ്ണ് വീട്ടിലില്ലേ, എന്നിട്ട് ആ പെണ്ണിനെ വേണ്ടാണ്ട് ഇവൻ ഇവിടെ വന്ന് കുടിച്ച് കിടക്കുവാണെന്നൊക്കെ പറയുമ്പോൾ ഇഷിത പറയണം, മഹേഷ് മതി, വാ പോവാം മഹേഷ്. അല്ല, ഇവനിങ്ങനെ ഇട്ടേച്ച് പോയി കഴിഞ്ഞാ പിന്നെ വല്ല വണ്ടി വന്ന് കയറി പോകോ? എനിക്കറിയില്ല മഹേഷ്, നമ്മൾ ഇത് കൊണ്ടുപോയിട്ട് മനസ്സുനിയുടെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി വെറ്റാലും പ്രശ്നം, മനസ്സിന് പിന്നെ ഇത് മതി പ്രശ്നം ഉണ്ടാക്കാനായിട്ട്. താനൊരു കാര്യം ചെയ്യും, വേണമെങ്കിൽ മാധവിന്റെ വീടിന്റെ ഫ്രണ്ടിൽ വരെ കൊണ്ടെത്തിക്കാം, എന്നിട്ട് അഷിതേശിനെ വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറയാണ്. ശരി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇഷിതയും മഹേഷും കൂടിയിട്ട് മാധവിനെ എടുത്തുകൊണ്ട് നേരെ അതായത് മനസ്സിയുടെ വീട്ടിലേക്ക് പോവാട്ടോ. ആ സമയത്ത് അഷിതേനെ വിളിക്കുന്നുണ്ട് രാത്രി. അഷിത അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ ചോദിക്കുമ്പോഴേക്കും മാധവ് ഇങ്ങനെ കുടിച്ച് റോട്ടിൽ കിടക്കായിരുന്നു, ഞങ്ങളിങ്ങനെ കൊണ്ടുവന്നതാണ്
എന്നൊക്കെ ഇഷിത ഇങ്ങനെ പറയും കേട്ടോ. ശേഷം നമ്മുടെ അഷിതയാണെങ്കിൽ ഭർത്താവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ പറയുന്ന ഇങ്ങനെ മാധവനെ കൂട്ടുകാരും കൂടെ കൊണ്ടുവന്ന് എത്തിച്ചതാണെന്നൊക്കെ പറയാണ്. അങ്ങനെ മാധവനെ പിടിച്ച് അകത്തേക്ക് കിടത്തുന്നൊക്കെ കേട്ടോ. മാധവ അപ്പോൾ ഒച്ച ഉറക്കത്തിൽ പിച്ചയിലൊക്കെ ഇങ്ങനെ കുടിച്ചതിന്റെ ആ ബോധത്തിലൊക്കെ ഇങ്ങനെ പറയണതൊക്കെ ഇങ്ങനെയാണ്. ഇഷിത ഇഷിത എനിക്ക് നിന്നെ ഇഷ്ടമാണ് ഇഷിത 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 ഇഷിതനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ കേട്ടോ. അത് കേൾക്കുമ്പോഴേക്കും മഹേഷിനെ വീണ്ടും വീണ്ടും ദേഷ്യം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നീടാണെന്നുണ്ടെങ്കിൽ അപ്പൊ നാളത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇനി കാണിക്കാവുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ വിനോദിന്റെ ഭാഗമാണ്. അങ്ങനെ ആതിരനെ കണ്ടുപിടിക്കുന്നുണ്ട്. ആതിരനെ കണ്ടുപിടിച്ചതിന് ശേഷം വിനോദിനെ പുറത്തിറക്കാൻ നല്ലൊരു വക്കീലിനെ വെക്കണമല്ലോ. അപ്പൊ ഇഷിത പറയുന്ന ഒരു ഓപ്ഷനാണ് നമുക്ക് വേദേനെ വെച്ചാലോ എന്ന്. കാരണം വേദ ഇഷിതയെ നല്ല കൂട്ടുകാരാണ്. വേദയാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് കേസ് വാദിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇഷിത പറയുന്നുണ്ട് മഹേഷിനോട് വേദേനെ തന്നെ വെക്കാന്ന് പറയാണ്. മഹേഷിനും അത് തന്നെയാണ് താല്പര്യം. അങ്ങനെ ഇഷിത വേദേനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കേസും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ വേദക്ക് പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെ വന്നാലും ഞാൻ നോക്കിക്കോളാം, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട എന്ന് പറയണം. അങ്ങനെ വേദയാണ് നമ്മുടെ വിനോദിന്റെ കേസ് വാദിക്കുന്നത് കേട്ടോ. കേസ് വാദിക്കുക മാത്രമല്ല വിനോദിനെ പുഷ്പം പോലെ ഇറക്കാൻ പോവാണ്. അത് മാത്രമല്ല മഹേഷിന് ഭയങ്കര സന്തോഷമാവും കേട്ടോ. വേറെ ഒന്നുമല്ല, ഇത്രയും നാള് വിനോദിന് വേണ്ടി കാത്തിരുന്നാണ്. ഇപ്പൊ പുറത്തിറങ്ങും എന്ന് കാത്തിരുന്നതാണ്. ആ സമയത്താണ് നമ്മുടെ വേദ വളരെ പെട്ടെന്ന് തന്നെ വിനോദിനെ പുറത്തിറക്കിയത്. അത് മാത്രമല്ല ആതിരനെ കണ്ടുപിടിച്ചും ചെയ്തിട്ടോ. ആതിരനെ കണ്ടുപിടിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ആതിര കോടതിയിൽ വന്നിട്ട് വിനോദ് തനിക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ലെന്നും തെറ്റ് ചെയ്തത് അൻസാരി ദാസും അതുപോലെ തന്നെ നമ്മുടെ ആകാശുമാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആതിര പറയാട്ടോ. അപ്പൊ ആദ്യ പ്രതി നമ്മുടെ അൻസാരിദാസ് ആവാണ്. അപ്പൊ അൻസാരിദാസിന് അതിനെതിരെ നടപടിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വിനോദ് പുറത്തിറങ്ങാണ്, പൊട്ടിക്കരയാണ്. വിനോദ് അങ്ങനെ മഹേഷിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറഞ്ഞോളൂ, എടാ നീ പുറത്തിറങ്ങാൻ കാരണം ഞാൻ മാത്രമല്ല, നിന്റെ ഏടത്തി പിന്നെ ഏടത്തിയുടെ കൂട്ടുകാരി വേദ ഇവരെല്ലാവരും കാരണമാടാ നീ പുറത്തിറങ്ങിയത്. എന്തായാലും അവസാനം സത്യം ജയിച്ചു, നീ വന്നല്ലോ. ഇനി നീ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് ഭയങ്കര ധൈര്യമാണ്. ഇനി നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്നിച്ച് ചെയ്യണം എന്നൊക്കെ പറയണം. ആദ്യം നിന്റെയും സുചിത്രയുടെ വിവാഹമാണ് നടത്തേണ്ടത് എന്നിങ്ങനെ പറയണം. അപ്പൊ വിനോദ് പറയണ്ട് തീർച്ചയായിട്ടും സുചി പാവം, ഞാൻ ജയിലിൽ നിന്ന് എപ്പോൾ വരുമെന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. എന്നിട്ടും അവൾ എനിക്ക് വേണ്ടി ഇത്രയും നാള് കാത്തിരുന്നേട്ടാ. അതുപോലത്തെ ഒരു പെണ്ണെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം. അതേടാ, അതുകൊണ്ട് തന്നെ നിന്റെ സുചിത്രയുടെ വിവാഹം എത്രയും പെട്ടെന്ന് തന്നെ നടത്താൻ വേണ്ടിയിട്ടാണ് ഞാനും ഇഷിതയും തീരുമാനിച്ചേക്കുന്നത് എന്ന് പറയാണ്. അങ്ങനെ വിനോദിനെ കൂട്ടിക്കൊണ്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരുവാണ്. അപ്പൊ വിനോദിനെ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവാട്ടോ. അതിനുശേഷം പ്രിയാമയുടെ വീട്ടിൽ പോയി പ്രിയാമയുടെ മാഷിനോട് സംസാരിക്കേണ്ട സുചിത്രയുടെ വിനോദിന്റെ വിവാഹം നടത്താനായിട്ട്. വിവാഹ നിശ്ചയമൊന്നും വേണ്ട, നേരിട്ട് വിവാഹം നടത്താന്ന് ഇങ്ങനെ പറയാട്ടോ. അപ്പൊ എല്ലാവർക്കും ഭയങ്കര താല്പര്യമാവാണ്. അടുത്ത ആഴ്ച തന്നെ നല്ലൊരു ദിവസം നോക്കിയിട്ട് നമ്മുടെ വിനോദിന്റെയും അതുപോലെ തന്നെ വിനോദിന്റെ സുചിത്രയുടെ വിവാഹം നടത്തി കൊടുക്കാട്ടോ. അതിനുശേഷം സുചിത്രയും വരുന്നുണ്ട് ഇഷിതയുടെ കൂടെ. പിന്നെ മഞ്ജിമയുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ. മഞ്ജിമനെ അടിച്ചു പുറത്താക്കാൻ പോവാണ്. എത്ര നാൾ ഇഷിതനെ ഓരോന്നൊക്കെ പറയുമ്പോൾ ഇഷിത ഒന്നും തിരിച്ചു പറയില്ല. ഇഷിത നല്ല ധൈര്യശാലിയാണ്, തിരിച്ചു മറുപടി പറയുമെന്നുണ്ടെങ്കിലും സ്വന്തം ഭർത്താവിന് വീട്ടുകാർക്കെതിരെ ഇഷിത ഒന്നും തന്നെ പറയില്ല. പക്ഷേ സുചിത്ര അങ്ങനെയല്ല, നല്ല പൊരിഞ്ഞ മറുപടിയാണ് സുചിത്ര കൊടുക്കാൻ പോണത്. എന്തായാലും കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാൻ. ടേക്ക് കെയർ, ബൈ ബൈ.